ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞാൻ മിലി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ ചോറ് വെന്ത് കുഴയാതെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പ്രഷർ കുക്കറിൽ നമുക്ക് ചോറുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ എപ്പോഴും പ്രഷർ കുക്കറിൽ തന്നെയാണ് ചോറ് വയ്ക്കുന്നത്. നമുക്ക് സമയവും ലാഭിക്കാം, നമ്മുടെ ഗ്യാസും ലാഭിക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചോറ് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 1 ഗ്ലാസ് അരി തന്നെ ധാരാളം മതിയാവും. അപ്പോൾ ഈ ഒരു അരിയിൽ നല്ല രീതിയിൽ കളർ ഇറങ്ങി വരുമല്ലോ. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതൊരു 3-4 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ പോകുന്നവരെ നമുക്ക് കഴുകിയെടുക്കാം. ഈ ഒരു അരിയുടെ ആ റെഡ് കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് അരി ഒട്ടും കുഴയാതെ സ്റ്റാർച്ചൊന്നും ഇല്ലാതെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 ലിറ്ററിൻ്റെ കുക്കറാണ്. ഞങ്ങൾക്ക് 1 ഗ്ലാസ് അരി തന്നെ മതിയാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ആള് കൂടുന്നതനുസരിച്ച് നമുക്ക് കുക്കറിൻ്റെ അളവും അരിയുടെ അളവൊക്കെ മാറ്റി കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ അരിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കാം. വെള്ളം എടുക്കുന്ന സമയത്ത് ഈ ഒരു കുക്കറിൻ്റെ 1/4 ഭാഗം മാത്രമാണ് വെള്ളം എടുക്കുക. നമ്മുടെ ഈ ഒരു സ്ക്രൂ ഇല്ലേ കുക്കറിൻ്റെ, അതിൻ്റെ താഴെ നിൽക്കണം വെള്ളം. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും കുഴയാത്ത ചോറ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്കിത് ഗ്യാസ് ഓണാക്കിയിട്ട് വെച്ചു കൊടുക്കാം. കുക്കറിൻ്റെ മൂടിയൊക്കെ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ ഇടരുത്, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊരു 2 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു പ്രഷർ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റ് ഒക്കെ വേണ്ടി വരും ഇതിൻ്റെ പ്രഷർ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സ്റ്റാർച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പിടുന്നവരാണെങ്കിൽ കുക്കറിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ ഒരു ചോറിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരി ഊറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ അരി എങ്ങനെയാണ് ഊറ്റിയെടുക്കുന്നത് അതുപോലെ നമുക്ക് അരി ഊറ്റിയെടുക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇങ്ങനെ ആ ചോറ് കമത്തി കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സെപ്പറേറ്റ് ആയിട്ടുള്ള ചോറ്, ഒട്ടും കുഴയാത്ത ചോറ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അരിപ്പ പാത്രത്തിൽ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ കലത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ സാധാരണ ചോറ് വാർക്കുന്നത് എങ്ങനെയാണ് അതേപോലെ വാർത്താലും നമുക്ക് ഇതുപോലത്തെ ചോറ് തന്നെയാണ് കിട്ടുന്നത്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ചോറൊക്കെ റെഡിയാക്കി കിട്ടും. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ നേരത്ത് അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഇതേപോലെ പെട്ടെന്ന് തന്നെ ചോറ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഒരു 1/2 മണിക്കൂറൊക്കെ മതിയായിരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.